ചേട്ടാ, ഞാനൊന്ന് ചോദിക്കട്ടെ? ചോദിക്കാമല്ലോ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? തെറ്റോ? രജനിക്ക് തെറ്റ് ചെയ്യാൻ കഴിയുമോ? എനിക്ക് എന്തെങ്കിലും പകർച്ചവ്യാധി ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു? ഇല്ലെങ്കിൽ അങ്ങേക്ക് ബോധ്യമായോ? ഇത് വളരെ ക്രൂരമായ ഒരു ചോദ്യമാണല്ലോ. ഇതിന് മറുപടി അങ്ങ് പറയണം. എനിക്കറിഞ്ഞിട്ട് കാര്യമുണ്ട്. എന്താ കാര്യം? ഉഷയെ അങ്ങ് മറക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നെ വെറുക്കാതിരുന്നുകൂടി? രജനി ഞാൻ വെറുത്തില്ലല്ലോ. ഇല്ലേ? ഏതെങ്കിലും ഒരു ഭർത്താവിന് തന്റെ ഭാര്യയെ ഇതിലേറെ വേദനിപ്പിക്കാൻ ഒക്കുമോ രാജേട്ടാ? രജനി, ഞാൻ കല്യാണ മണ്ഡപത്തിലെ ഭാര്യയാണ്. എന്നെ ഒരു പ്രതിമയായിട്ടേ രാജേട്ടൻ കാണുന്നുള്ളൂ. എനിക്ക് ജീവനുണ്ടെന്നുള്ളത് രാജേട്ടൻ മറന്നു. ശരിയാണ്, രജനി പറഞ്ഞത് വളരെ ശരിയാണ്. എനിക്ക് തെറ്റുപറ്റി. ഇനി ആ തെറ്റ് തിരുത്തിയിട്ടേ ബാക്കി കാര്യമുള്ളൂ. പറയൂ, രജനിക്ക് എന്താ വേണ്ടത്? രജനി പറയുന്ന പോലെ ഞാൻ ചെയ്യാം. ഇത്തിരി സ്നേഹം തന്നാൽ മാത്രം മതി. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. അതിനുവേണ്ടി രജനി പറയുന്ന എന്തും ഞാൻ സാധിച്ചു തരും. എന്താ പറയും? കൂടാതെ ഈ ചുറ്റുപാടിൽ നിന്നും എനിക്ക് ഒന്ന് മാറി നിൽക്കണം. അതെന്റെ മാനസികമായ ഒരു ആവശ്യം കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ പറയൂ, എന്താ? നമുക്ക് തേക്കടി പോകാം. ഓ, സമ്മതിച്ചു. എന്റെ ഭാര്യയുടെ ആഗ്രഹം നാളത്തേക്ക് ഞാൻ മാറ്റിവെക്കില്ല. ഞാൻ ഓഫീസിൽ പോയിട്ട് ഉടനെ മടങ്ങി വരാം. നീ ഒരുങ്ങിയിരിക്കൂ. പിന്നെ രോഹാലത്തിന് മുമ്പ് പോണം. ക്ഷമിക്കണം രജനി, ഞാൻ ഇപ്പൊ താമസിച്ചു പോയി. രാഘവാലത്തിന് മുമ്പ് പോയാൽ പോരെ? മാധവമ്മേ, ചങ്ങനക്കുട്ടി, ഇതെല്ലാം കാറിൽ വയ്ക്കൂ. ഞാനിപ്പോ വന്നേക്കാം. നീ ഇത് എവിടുന്ന് വന്നു? ആരുടെ കൂടെ? കുട്ടിയും കാറിലുണ്ടായിരുന്നു. തേക്കടി പോകാൻ വേണ്ടി സാറ് വീട്ടിൽ ചെന്ന് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുക. നീ എന്തിനാടി വന്നേ? വന്നത് ലേഖ എന്തിനാ വിളിച്ചോണ്ട് വന്നത്? അവൾ കൊച്ചുകുട്ടിയല്ലേ രജനി. തേക്കടിയൊക്കെ കാണാൻ അവൾക്കും ആഗ്രഹം കാണില്ലേ? നമ്മൾ രണ്ടുപേരും പോകുന്ന സ്ഥലത്തേക്ക് അവളെ എന്തിനാ കൂട്ടിക്കൊണ്ടു പോകുന്നത്? ഇരിക്കട്ടെ, അവൾ നിന്റെ അനുജത്തിയല്ലേ. അവർ കൂടി വന്നതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ എല്ലാവരും കൂടെ പോകൂ. ഞാൻ വരുന്നില്ല. വരുന്നില്ലേ? ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇട്ടതിന് രജനിയല്ലേ? അതിന് നാട്ടിലുള്ള എല്ലാവരും കൂട്ടിക്കൊണ്ട് പോകണോ? അതൊന്നും സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്നേ. അയ്യോ രാഘവാലം, മിണ്ടല്ലേ, വരൂ. ഇവിടെ ലേഖ ഇരിക്കട്ടെ. അവൾ കൊച്ചുകുട്ടിയല്ലേ, സൈഡിൽ നിന്നാൽ തണുത്ത കാറ്റടിക്കും. കയറൂ ലേഖ. കൊച്ചിരാമ, ഇവിടെല്ലാം ഭദ്രമായി നോക്കിക്കൊള്ളു. സാറെവിടെ? ആരോ കൂട്ടുകാരെ കാണാനുണ്ടെന്ന് പറഞ്ഞ് പോകുന്നത് കണ്ടു. ഓഹോ, ഏതായാലും ഹോട്ടലിലേക്ക് പോവാ. മഞ്ഞ് വീണ് തുടങ്ങി. സാരമില്ല, നിങ്ങൾ പോയിക്കൊള്ളൂ. ലേഖയും പോയിക്കൊള്ളൂ. ഇതാ ചേച്ചി. വന്നില്ലേ? അതന്വേഷിച്ചാണ് ഞാനും വന്നത്. ഇവിടെ പോയെന്ന് അറിഞ്ഞില്ലല്ലോ. ഒന്ന് ഫോൺ ചെയ്ത് നോക്കിയാലോ? എവിടെയാണെന്ന് വിചാരിച്ചാ ഫോൺ ചെയ്യുന്നത്? ബിസിനസ് സംബന്ധിച്ച് ആരെയോ കാണണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ബിസിനസ് സംബന്ധിച്ചോ? നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടവരാരും ഇവിടെയെങ്ങും ഇല്ലല്ലോ. എന്നിട്ട് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ഞാനറിയാത്ത വല്ല ബിസിനസ് ഉണ്ടോ എന്നെനിക്കറിയില്ല. അപ്പൊ ഊണ് കഴിക്കണ്ടേ? ഡൈനിങ് ഹാളിലേക്ക് പോകണോ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയണം? അദ്ദേഹം വരട്ടെ. താമസിച്ച ഊണ് കിട്ടില്ല. ഞങ്ങൾക്ക് ആഹാരം ഇങ്ങോട്ട് അയച്ചാൽ മതി. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ അടുത്ത റൂമിലുണ്ട്. പിന്നെ വാതിലൊക്കെ ഭദ്രമായിട്ട് അടയ്ക്കണം. ഇത് ഹോട്ടലാണ്. ലേഖേ, എടി ഊണ് കഴിക്കണ്ടേ?